അങ്ങനെ ഷൂയി അവളുടെ സീനിയറിന്റെ മാരേജ് ഫംഗ്ഷനില് അവളുടെ ഫ്രണ്ട്സിനോടൊപ്പം ഇരിക്കുന്ന സമയത്ത് ഷിന്നും ആയിട്ട് ബ്രേക്കപ്പ് ആയ കാര്യം ഇവര് ചോദിക്കുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഇവൾ ആ ഒരു കാര്യം പറയുന്നു. അപ്പോ ഈ ഒരു പെണ്ണ് ഇവളെ നമ്മൾ മുന്നേ കണ്ടതാണ് ആ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഇവളുടെ ഫ്രണ്ട്. സോ ഇവള് ഷൂയിയോട് നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ, ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് പുള്ളിക്കാരനെ കൂടെ കൂട്ടാമായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഇവള് അതിനുള്ള ആൻസർ പറയാനായിട്ട് ആലോചിച്ചു വരുമ്പോഴേക്കും കറക്റ്റ് ഷിന്നും ലഷിയും അങ്ങോട്ടേക്ക് എത്തുന്നു. ഇവരും അവിടെ ഷൂയിയെ കാണുന്നു. ഷൂയി ഇവരെ കണ്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല, നല്ല ജാടയിൽ ഇരിക്കുന്നു. അതിനുശേഷം ആ ഒരു മാരേജ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ബ്രൈഡിന്റെ കയ്യിലുള്ള ആ ഒരു ബൊക്കെ എറിയുന്ന സമയത്ത് കറക്റ്റ് അത് വന്ന് വീഴുന്നത് നമ്മുടെ ഷൂയിയുടെ കൈകളിലേക്കാണ്. ഇവളാണ് ആ കൂട്ടത്തിലെ ഏറ്റവും ലക്കി ആയിട്ടുള്ള വ്യക്തി. മാത്രമല്ല നെക്സ്റ്റ് ഇവരുടെ കൂട്ടത്തിലെ ബ്രൈഡും. അതുകൊണ്ട് തന്നെ ഇവൾക്ക് സംസാരിക്കാനായിട്ട് മൈക്ക് കൊടുത്തിട്ട് അവരിവളോട് നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോ ഈ സീനിയർ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നു. പക്ഷെ ആ ഒരു ചോദ്യം എല്ലാവരും കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവൾക്ക് സിംഗിൾ ആണ് എങ്കിൽ പോലും ഈ ഒരു നിമിഷം പ്രത്യേകിച്ച് ഷിന്നും ലഷിയും മുന്നിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവൾക്ക് ഒരിക്കലും സിംഗിൾ ആണെന്ന് പറയാൻ പറ്റില്ല. സോ അത് മനസ്സിൽ ചിന്തിച്ചിട്ട് ഇവള് എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറയുന്നു. ഇവര് രണ്ട് കൂട്ടരും ഇപ്പൊ ഒരു ടേബിളിലാണ് ഉള്ളത്. ഇവള് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ആ ഒരു കാര്യങ്ങളെ സംസാരിച്ചതും മാത്രമല്ല ഷിന്ന് ഷൂയിയെ തന്നെയാണല്ലോ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ലഷിക്ക് തീരെ പിടിക്കുന്നില്ല. അതിനുശേഷം ഷിയാൻ ഇവൾക്ക് മെസ്സേജ് അയച്ച് കല്യാണമൊക്കെ എങ്ങനെ പോകുന്നു, അടിച്ചു പൊളിക്കാണോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഇല്ല അത്ര രസമൊന്നുമില്ല, രണ്ട് മാരണങ്ങളെ കണ്ടുമുട്ടിയത് കൊണ്ട് തന്നെ ഞാൻ അത്ര ഹാപ്പി അല്ല, വളരെ അപ്സെറ്റ് ആണ് എന്ന് പറയുന്നു. ഇവര് രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച് നമ്മുടെ ഷൂയിയുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഷിയും എത്തുന്നത് യുവിന്റെ സ്വന്തം നാട് ഈ ഷൂയിയുടെ നാട്ടില് തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഷിയാൻ ഈ ഒരു നാട്ടിലേക്കാണ് വരുന്നത് എന്നറിഞ്ഞപ്പോ ഇവന്റെ കൂടെ തന്നെയാണ് ഇവളും കയറി വന്നത്. പക്ഷെ ഇവര് രണ്ടുപേരും ഇവിടെ എത്തിയിരിക്കുന്നതിന്റെ കാരണം പരസ്പരം ഷെയർ ചെയ്തിട്ടില്ല. ഷിയാൻ വർക്ക് റിലേറ്റഡ് ആയിട്ട് വന്നു, ഷിയു അവളെ ഇവിടേക്കൊന്ന് കറങ്ങിയടിക്കാനായിട്ട് വന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവള് യുവിനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവിനെ മെസ്സേജ് അയച്ച് ഞാനിപ്പോ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ, ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ നാടൊക്കെ കാണിച്ചു തരോ എന്ന് ചോദിക്കുമ്പോ യു ഇവൾക്ക് സോറി ഞാനിപ്പോ എന്റെ പാരന്റ്സിനോടൊപ്പം റിലേറ്റീവ്സിനെ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്, കുറച്ചു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോ ഇവൾക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. അപ്പോ യോ ഇവളോട് നാളെയാണ് നിന്റെ മൂന്നാമത്തെ വാക്സിൻ ഡേറ്റ്, മറക്കണ്ട എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുമ്പോ ഇവൾക്ക് ആദ്യം നല്ല സങ്കടമാവുന്നുണ്ടെങ്കിലും ഇവൻ എന്തായാലും അത് ഓർത്ത് പറഞ്ഞല്ലോ എന്ന സന്തോഷത്തില് എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഞാൻ കുറച്ചു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ പോവുകയാണ് എന്ന് തന്നെ ഇവള് തീരുമാനിക്കുന്നു. പക്ഷേ ഷിയാൻ ഭയങ്കര മൂഡ് ഓഫിലാണ്. കാരണം ഷൂയി ഹാപ്പി അല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ, അവളെ ആരെങ്കിലും വേദനിപ്പിച്ചോ എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. അപ്പോ ഇവിടെ ലഷിയാണെങ്കിൽ ഷൂയിയെ അസൂയ കയറ്റുന്ന രീതിയിൽ ഷിനിനോട് ഇവര് ഫുഡ് കഴിക്കുമ്പോ എനിക്ക് അതെടുത്തതാ ഇതെടുത്തതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൊഞ്ചി സംസാരിക്കുന്നു. അതിവിടെ ഇരിക്കുന്ന ആർക്കും തീരെ പിടിക്കുന്നില്ല. ആർക്കും ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഇല്ലാത്ത രീതിയിലാണ് ഇവള് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഷിനിന് അതിനോടൊന്നും വലിയ താല്പര്യമില്ല, എങ്കിലും ഗതികെട്ടാണ് അവൻ അതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രണ്ട് ഷോയിയോട് അവൾക്ക് ഷിനിനോടും ലഷിയോടും ഒന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അല്ല ഷോയി നീ എപ്പോഴാ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നത്, എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്ക, അല്ല നിന്റെ ബോയ് ഫ്രണ്ട് എന്ത് ചെയ്യാ എന്നൊക്കെ ചോദിക്കുമ്പോ ഇവള് ഇല്ല ഇപ്പൊ എനിക്ക് കല്യാണത്തിനെ പറ്റി പ്ലാനൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവള് വീണ്ടും ഷോയിയോട് നിന്റെ ബോയ് ഫ്രണ്ട് എന്ത് ചെയ്യാ എന്ന് ചോദിക്കുമ്പോ ലഷി ഉടനെ ഇവളുടെ ബോയ് ഫ്രണ്ട് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, വലിയൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, ആനുവൽ സാലറി ആയിട്ട് വലിയൊരു എമൗണ്ട് തന്നെ കൈപ്പറ്റുന്നുണ്ട്, നല്ലൊരു കോളേജിൽ നിന്നാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഉണ്ട്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ കുറച്ച് പ്രായമുണ്ട്, മാത്രമല്ല കല്യാണവും കഴിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോ അത് എല്ലാവരും വേറൊരു രീതിയിൽ എടുക്കുന്നു. അപ്പോ ഷിന്നിവളോട് കാര്യം അറിയാതെ സംസാരിക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവളെ കേൾക്കുന്നില്ല. ഞാൻ എനിക്കറിയാവുന്ന കാര്യമാണ് പറഞ്ഞത് എന്ന് പറയുമ്പോ ഷോയി നിനക്ക് മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കാൻ ഒരു നാണോ മാനോ ഇല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് ഞാൻ ഉള്ളത് തന്നെയാ പറഞ്ഞത്, എനിക്ക് എന്ത് എപ്പോ പറയണം ചെയ്യണമെന്നൊക്കെ നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോ ഷൂയി അതുകൊണ്ടായിരിക്കും അല്ലെ മറ്റൊരാളുടെ പാർട്ട്ണറെ കൈയും കാലും കാണിച്ച് വളച്ചെടുത്തത്, അതില് നീ നല്ല മിടുക്കിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് ഇവര് തമ്മിൽ ഒരു കച്ചറാവുകയാണ്. അപ്പോ ഷിയാൻ ഷൂയെ വിളിച്ചിട്ട് നിനക്ക് അവിടെ ഇരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ പുറത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ഇവൾക്കും ഇനി ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എക്സ്ക്യൂസ് പറഞ്ഞ് ഇവള് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പോൾ ലഷിയും ഷിന്നിനോട് നിനക്കല്ലെങ്കിലും അവള് പറയുന്നതാ എപ്പോഴും വിശ്വാസം, നീ ഇപ്പോഴും അവളെ പിടിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ഇവനോട് വഴക്കിട്ട് അവളും അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോ ഷോയി പ്രതീക്ഷിക്കുന്നില്ല ഇവളെ പുറത്തേക്ക് വരുമ്പോ ഷിയാൻ അവിടെ ഉണ്ടാവും എന്ന്. അവൻ നോർമലായിട്ട് ഇവളോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞതായിരിക്കും എന്നാണ് ഇവളെ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ പുറത്ത് ഷിയാനെ കണ്ട് ഇവള് നല്ലോണം ഷോക്കാവുന്നു. ഷിയാൻ ഇപ്പോ ഇവളുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവൾക്ക് നല്ല സന്തോഷാവുന്നുണ്ട്. ഇവളുടെ മനസ്സ് അത്രയും വിഷമിച്ച് നിൽക്കുന്ന സമയം തന്നെയാണല്ലോ ഷിയാൻ എത്തിയത്. അപ്പോ ഷിയാനും ഇവളുടെ ഫേസ് കണ്ട് ഇവളോട് വന്ന് നിനക്ക് എത്ര വയസ്സായെന്ന വിചാരം, നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചാല് നിനക്ക് തിരിച്ചു പ്രതികരിക്കാൻ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് ഒന്നും മിണ്ടുന്നില്ല. ഇവനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കാണ്. അതുകൊണ്ട് തന്നെ നീ എന്നെ എന്തിനാ തുറച്ചു നോക്കുന്നത്, ഞാനാണോ നിന്നെ വേദനിപ്പിച്ചത് എന്ന് ചോദിച്ചിട്ട് ഇവളെ അവിടെ നിന്ന് അവൻ കൂട്ടിക്കൊണ്ട് പോവാൻ തുടങ്ങുന്നു. അങ്ങനെ ഇവര് വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും കറക്റ്റ് ലഷിയും ഷിന്നും അങ്ങോട്ടേക്ക് വരുന്നു. ലഷി പോകാൻ തുടങ്ങിയപ്പോൾ ഷിൻ പിറകെ വരുന്നതാണ്. അപ്പോ ഷോയി ലഷിയുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരമാണല്ലോ ഇത്. ഇവളുടെ അങ്കിളിനോടൊപ്പമാണ് താനുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഷോയി ഗ്ലാസ് തുറന്ന് ലഷിയെ കാണിക്കുന്നു. ഇവളും അത് കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പോ ഷോയി നീ എന്താ നോക്കുന്നത്, വന്ന് നിന്റെ ആന്റിയോട് ഒരു ഗ്രീറ്റ് പറയുന്നോ എന്ന് ചോദിക്കുന്നു. ലഷി ഷിയാനെയും ഷോയിയും കണ്ട് വളരെ ഷോക്കാവുകയാണ്. കാരണം ഇവളുടെ മാനേജർ ഒന്നുമല്ല, മാനേജറിന്റെയും ഇവളുടെയും ഒക്കെ തന്നെ ബോസ് എന്ന് പറയുന്നത് ഷിയാൻ ആണല്ലോ. സോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇവർക്ക് അറിയാനേ വയ്യാതെ നിൽക്കാണ്. എന്നാൽ അപ്പോഴാണ് ടെസ്റ്റ് നമ്മുടെ ഷിയാന്റെ ഡ്രൈവർ ഗ്ലാസ് താഴ്ത്തേ ലഷി നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഷിയും അങ്കിൾ എന്ന് ആ ഡ്രൈവറെ വിളിക്കുന്നത് കേട്ട് ഷോയി നല്ലോണം തന്നെ ഷോക്കാവുന്നു. ഇത്രയും നാളെ ഇവളെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഷിയാന്റെ അനന്തരവള് ലഷി ആയിരുന്നു എന്നാണല്ലോ. അപ്പോ ലഷിയും അവളുടെ അങ്കിളിനോട് ഞാനിവിടെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നതാണ് എന്ന് പറയുന്നു. ഷിയാന് ഒന്നും മനസ്സിലാവാതിരിക്കാണ്. അത് കേട്ട് ഷോയി മാത്രമല്ല ഷിന്നും വളരെ നന്നായിട്ട് ഷോക്കാവുന്നു. കാരണം ഇവന് കിട്ടാവുന്നതിൽ വെച്ച് ഇപ്പൊ ഏറ്റവും വലിയ പണിയാണല്ലോ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കാറിന്റെ ഓണർ ആയിട്ടുള്ള ഷിയാൻ ആയിരിക്കും ലഷിയുടെ അങ്കിൾ എന്നാണല്ലോ ഷിൻ വിചാരിച്ചിരുന്നത്. അത് ആ വണ്ടിയുടെ ഡ്രൈവർ ആയിരുന്നു എന്നിവൻ അറിഞ്ഞിരുന്നില്ല. ലഷിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു ഇവൻ തന്നെ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുകയാണ് എന്ന്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് പോലും ഇവളത് മനഃപൂർവ്വം തന്നെ മാറ്റാതിരുന്നതാണ് ഇവനെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇവൾക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോ ഷിയാൻ ഷൂയിയോട് ഇത് കാറാ എന്ന് ചോദിക്കുന്നു. അപ്പോ ഇവളുടെ മനസ്സിൽ നിങ്ങളല്ലേ ഇവളുടെ അങ്കിൾ എന്ന ചിന്തയാണ്. ഞാൻ എന്തൊക്കെയാ ഇത്രയും നാളും ചെയ്തു കൂട്ടിയത് എന്നൊക്കെയാണ് ഇവളുടെ മനസ്സിലൂടെ മുഴുവൻ കടന്നു പോകുന്നത്. അപ്പോഴേക്കും ഇവളുടെ സീനിയറും അവിടെയുള്ള ഇവളുടെ ഫ്രണ്ട്സും ഒക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇവളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഷോയി പിണങ്ങിപ്പോയ കാര്യം ആ ഒരു സീനിയർ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവളോട് വന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതല്ല ക്ഷമ ചോദിക്കുന്നു. അപ്പോ ഷോയി ഇല്ല കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവളുടെ ഫ്രണ്ട്സ് ലഷിയെ ചൂണ്ടിക്കാണിച്ച് ഇവളാ ഷോയിയെ ഒരു കുടുംബം കലക്കിയെന്ന് വിളിച്ചത്. ഷോയിക്ക് മറ്റൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അത് പ്രായം ചെന്ന വ്യക്തിയാണ്, പുള്ളി മാരീഡ് ആയ വ്യക്തിയാണ്. ഇപ്പോ ഷോയി അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ തന്നെയല്ലേ ഉള്ളത്. മിസ്റ്റർ ഷിയാൻ എപ്പോഴാണ് വിവാഹിതനായത് എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. ഷിയാനെ എല്ലാവർക്കും അറിയാലോ. അപ്പോ ഈ ഒരു ഫ്രണ്ടും ഇതെങ്ങാനും എനിക്ക് വന്ന അനുഭവം ആയിരിക്കണമായിരുന്നു. എന്റെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുത്തു, ഇപ്പൊ ഇല്ലാത്ത കാര്യങ്ങള് എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അങ്ങനെ കൊണ്ടായിരുന്നെങ്കിൽ ഇവളുടെ വാ ഞാൻ ഇതിനു മുന്നേ തന്നെ അടപ്പിച്ചാണ് എന്ന് പറയുമ്പോ ഇത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങളാണ് ഷോയി അകത്ത് ഫേസ് ചെയ്തത് എന്നറിഞ്ഞ് ഷിയാന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോ ഈ സീനിയർ അതൊക്കെ കേട്ട് വീണ്ടും ഷോയിയോട് ക്ഷമ ചോദിക്കുന്നു. പബ്ലിക്കായിട്ട് നിനക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വന്നതില് മറ്റൊരു ദിവസം ഞാൻ എന്തായാലും നിന്നെ കാണാൻ വരും, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോ ഇവള് ഇല്ല കുഴപ്പമില്ല, എല്ലാം ജസ്റ്റ് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടായതാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഷിയാൻ നിനക്ക് എന്ത് കുഴപ്പമില്ലാന്ന്, ഇവിടെ എന്റെ ഗേൾ ഫ്രണ്ട് ആണ് അപമാനിതയായത്, അത് അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ അങ്കിള് ലഷിയോട് ഷിയാനോട് മാപ്പ് ചോദിക്കാനായിട്ട് പറഞ്ഞ് കണ്ടു കാണിക്കുന്നു. അപ്പോ ലഷി ഷിയാനോട് സർ ഞാൻ സംഭവിച്ച കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് സംസാരിക്കാൻ വരുമ്പോ ഷിയാൻ ഞാൻ നിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കാനല്ല ഇരിക്കുന്നത്, സത്യാവസ്ഥ എന്താണെങ്കിലും അതെനിക്ക് അറിയണ്ട, നീ ഇപ്പോ ഇവളോട് മാപ്പ് ചോദിച്ചിരിക്കണം എന്ന് പറയുമ്പോ ഇവള് കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നിട്ട് ജസ്റ്റ് ഒരു സോറി പോലെ വേണം വേണ്ടാത്ത രീതിയിൽ പറയുന്നു. പക്ഷേ ഷിയാന് അത് പോരാ, ഇത്രയേ ഉള്ളോ എന്നാണ് ചോദിക്കുന്നത്. സോ ഇവള് ഷോയിയോട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, സത്യാവസ്ഥ അന്വേഷിക്കാതെ അങ്ങനെ പറഞ്ഞത് എന്റെ മിസ്റ്റേക്ക് ആണ്, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് സോറി ചോദിക്കുന്നു. ഷോയിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല, കാരണം അവള് വേറെ എന്തൊക്കെയോ ആണല്ലോ ഇവിടെ പ്രതീക്ഷിച്ചത്. ഇപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും വലിയ തെറ്റുകാരി ആയിരിക്കുന്നത് ഞാനാണ് എന്നാണ് ഇവളുടെ മനസ്സ് മുഴുവൻ. അതുകൊണ്ട് തന്നെ ഇവള് എങ്ങനെയൊക്കെയോ ഞാൻ ആ ക്ഷമ സ്വീകരിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഷിയാന് തൃപ്തി ആവുന്നില്ല, ഇവൾക്ക് കുറച്ചും കൂടെയൊക്കെ പണി കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഷോയി മതി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവര് വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഈ സീനിയർ ഷിനിനോട് ഇത്രയും വലിയൊരു പണി എനിക്ക് ഈ ദിവസം തന്നെ തരാൻ നിന്നോട് ഞാൻ അതിനു വേണ്ടി എന്ത് ദ്രോഹമാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. ലഷിയെയും ഷിനിനെയും എല്ലാ ഫ്രണ്ട്സും നല്ല രീതിയിൽ തന്നെ നാണം കെടുത്തി വിടുന്നുണ്ട്. അപ്പൊ അവരകത്ത് പോയതിനു ശേഷം ഷിൻ ഇവളോട് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് എന്റെ മാനേജർ അവളോട് വളരെ റെസ്പെക്റ്റോട് കൂടി നേരെ ചൊവ്വേ സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അവർ തമ്മിൽ അഫെയർ ഉണ്ടായിരിക്കുന്ന, പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചോ എന്ന് ചോദിക്കുമ്പോ ഷിൻ
ഞാൻ അതിനെപ്പറ്റിയല്ല നിന്നോട് ചോദിക്കുന്നത്, നിന്റെ അങ്കിളിനെ പറ്റിയാണ് എന്ന് പറയുമ്പോ ഇവള് എന്റെ അങ്കിളിന് എന്താ പറ്റിയത്? നീ കണ്ടതല്ലേ ഇപ്പൊ എന്റെ അങ്കിൾ ആരാണ്? ഞാൻ നിന്നോട് ഇതിനു മുന്നേ എന്റെ അങ്കിൾ ആരാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നീ തന്നെയല്ലേ ഒരുപാട് പ്രതീക്ഷകൾ മെനഞ്ഞു കൂട്ടിയത്, അല്ലാണ്ട് ഞാനായിട്ട് ഒന്നും നിന്നോട് പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പൊ നീ എന്നെ പഴിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഇവള് വലിയൊരു ചതി തന്നെയാണ് ഇവനോട് ചെയ്തത്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാതെ ഇവന്റെ മുകളിൽ തന്നെ ഇട്ടിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ഇവനത് കിട്ടണം, മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ച് പെട്ടെന്ന് വലിയ കോടീശ്വരനാവാം എന്ന് കരുതിയിട്ടാണല്ലോ ഇവൻ ഷോയെ ബ്രേക്കപ്പ് ചെയ്തിട്ട് ഇവളെ പൊക്കിക്കൊണ്ട് നടന്നത്. അപ്പോ ഇവിടെ ഷോയെ ചത്തുകുത്തിയിരിക്കുകയാണ്. ഷിയാൻ ഇവളോട് എന്താ സംഭവിച്ചത് വ്യക്തമായിട്ട് പറ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവൾക്കത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉഴപ്പ് രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞ് വിഷയം മാറ്റുന്നു. അല്ല, നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് എത്തിയത് എന്ന് ചോദിക്കുമ്പോ ഷിയാൻ ഇവൻ സ്റ്റാർസിനെ കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അപ്പോ ഷോയി അയ്യോ, ഇവിടെ ഇപ്പൊ രാത്രി സ്റ്റാർസിനെ ഒന്നും കാണാൻ പറ്റില്ല, അന്തരീക്ഷം കുറച്ച് മോശമാണ് എന്ന് പറയുമ്പോൾ ഷിയാൻ ഇവളെ തുറിച്ചൊരു നോട്ടം നോക്കുന്നു. ഇവൻ ഇവളെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇവളത് മനസ്സിലാക്കാതെ പൊട്ടത്തരങ്ങളെ പറയുന്നത് കൊണ്ട്. എന്നാൽ അപ്പോഴേക്കും ഷിയു ഇവളെ വിളിച്ചിട്ട് സിസ്റ്റർ നിങ്ങളെ എവിടെയാ? ഞാൻ നിങ്ങളുടെ നാട്ടിലുണ്ട്, നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒരു ട്രിപ്പ് പോയാലോ? ഞാനിവിടെ ബോറടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഷോയ്ക്ക് പെട്ടെന്ന് ഇവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ പ്ലാനും കാര്യങ്ങളൊക്കെ അല്ലേ, ഞാൻ മറന്നുപോയി, ഞാൻ ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഏത് പ്ലാൻ എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. സോ ഷോയി ഇവനോട് ഇന്നെന്തായാലും വേറെ പ്ലാനോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നിട്ട് ഒരുപാട് സ്ഥലങ്ങള് ഇവന് പോകാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഇന്ന് ഫ്രീ ആയിരിക്കില്ല, എന്റെ ഫ്രണ്ടിനോടൊപ്പം പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഷിയാൻ നീ എന്നെ അവോയ്ഡ് ചെയ്യാണോ അതോ നീ വേറെ ബ്ലൈൻഡ് ഡേറ്റിന് വല്ലതും പോവാണോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഞാനോ? ശരിക്കും ഞാൻ ഇതിന് മുന്നേ ഇത് പ്ലാൻ ചെയ്തു പോയതാ, നിങ്ങൾ ഇന്ന് വരുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എനിക്ക് ബ്ലൈൻഡ് ഡേറ്റിന് പോവാനൊക്കെ അതിന് എവിടെന്നാ സമയം എന്നൊക്കെ ഷിയാനോട് ചോദിക്കുന്നു. പക്ഷെ ഷിയാന് ഇവള് പോകുന്നതിനോട് ഒരു താല്പര്യമില്ല. കാരണം ഇവളെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇവൻ ഇത്രയും ദൂരം വന്നത്. പക്ഷെ ഇവൾക്ക് ഇപ്പൊ ഇവളുടെ ഫ്രണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്. സോ ഇവന് നല്ല ദേഷ്യാവുന്നുണ്ട്. ഇവൾക്കും അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവൾക്ക് കുറച്ച് സമയം റിലാക്സ് ചെയ്യാനായിട്ട് കിട്ടണമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പൊ വളരെ ഷോക്കിംഗ് ആയിട്ട് സംഭവിച്ചിരിക്കുന്നത്. എങ്കിലും ഷിയാൻ ഇവളോട് നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവള് പറയുന്ന സ്ഥലത്ത് അവളെ ഇറക്കി വിടുന്നു. അപ്പൊ ഇവിടെ ഷൂയി എന്തായിരിക്കും പെട്ടെന്ന് എന്നോടൊപ്പം വരാന്ന് പറഞ്ഞത്? സാധാരണ അങ്ങനെ സംഭവിക്കുന്നതല്ലോ. ഇപ്പോ അങ്കിളും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്കിള് ഇനി ഇങ്ങോട്ട് വന്നത് പുള്ളിക്കാരിയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കോ? തീർച്ചയായും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് മുന്നേ തന്നെ ആ ഒരു കാര്യങ്ങളിൽ ഡൗട്ട് തോന്നിയതാണല്ലോ. സോ ഷിയാൻ ഇങ്ങോട്ട് വന്നത് അതിന് തന്നെയാണ് എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. പക്ഷേ ഷോയി മറ്റൊരു അങ്കിളിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം ഇവൾക്ക് അറിയാലോ. അതാരാണെന്ന് ഇവൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്റെ അങ്കിള് എന്ത് ചെയ്യും എന്നാണ് ഇവളെ ചിന്തിക്കുന്നത്. പക്ഷെ അങ്കിളിനെ ഹെൽപ്പ് ചെയ്യണം എന്നും ഇവളെ തീരുമാനിക്കുന്നു. അതിനുശേഷം ഷോയി ഒരു ടാക്സി വിളിച്ച് ഷിയുവിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവളെ റുവോയെ വിളിച്ച് പണി പാളിയ കാര്യങ്ങള് എല്ലാം പറയുന്നു. അതെല്ലാം കേട്ട് റുവോ നീ ഇപ്പോ വല്ലാത്ത അവസ്ഥയിലാ മോളെ എത്തിയിരിക്കുന്നത്, ഷിയാനെങ്ങാനും ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാല് നീ തീർന്നു. പുള്ളിക്കാരന്റെ ഹോൾഡ് ഉപയോഗിച്ച് നിനക്ക് പിന്നെ ഒരിക്കലും ഈ ഒരു ഫീൽഡിൽ പോലും നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഷോയി എനിക്ക് അതിനെ കുറിച്ചൊന്നും ഓർത്ത് ഒരു പേടിയുമില്ല, ഷിയാനെ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ചാണ് എന്റെ ഏറ്റവും വലിയ പേടി. ഞാനിപ്പോ ഇതെല്ലാം പോയി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി എന്നെ സ്വീകരിക്കായിരിക്കോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഇത് നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോ ഷോയി അല്ല ഇത് ഷിയുനും കൂടെ അറിയാം, പക്ഷെ ഞാൻ അവളോട് പുള്ളിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ റുവോയും എങ്കിൽ പിന്നെ കുഴപ്പമില്ല, അവര് തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ, നേരിട്ട് കാണാൻ പോലും പോകുന്നില്ല, അതുകൊണ്ട് ഇത് നമ്മുടെ ഇടയിൽ തന്നെ നിന്നാ മതി. ഷിയു അത് വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചോളും, നീ ഇതിന് ഷിയാനോട് പോയി സംസാരിക്കാനോ പറയാനോ ഒന്നും നിൽക്കണ്ട, ഇതിപ്പോ ഒരിക്കലും ആരും അറിയാൻ പോകുന്നില്ല, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ അങ്ങനെ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഷോയിക്ക് അങ്ങനെ മറച്ചു വെക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ആവട്ടെ എന്ന് തന്നെ ഇവളും തീരുമാനിക്കുന്നു. അതിനുശേഷം ഇപ്പോ ഷിയുവിനോടൊപ്പം ആണ് ഉള്ളത്. അപ്പോ ഇവള് നല്ല സാഡായിട്ടാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഷിയു എന്ത് പറ്റി, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ഇവള് ന്യൂ ഇയർ ഒക്കെ അല്ലായിരുന്നു, ഒരു ഉന്മേഷമില്ല, പെട്ടെന്ന് കഴിഞ്ഞതുപോലെ തോന്നി എന്ന് കള്ളം പറയുന്നു. അവളുടെ യഥാർത്ഥ വിഷമവും കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്യുന്നില്ല. അതിനുശേഷം ആ ഒരു ബാത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവര് തിരിച്ചു പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഷൂയിയോട് മറ്റേ അങ്കിളിന്റെ കാര്യം എന്തായി, നിങ്ങൾ തമ്മിൽ സെറ്റായോ എന്ന് ചോദിക്കുമ്പോ ഷൂയി അതൊന്നും പറയാതിരിക്കുന്നത് നല്ലത്, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ഇവൾക്കൊരു സമാധാനമാവുന്നു. അവരെന്തായാലും സെറ്റ് ആയിട്ടില്ല, ഇവളുടെ അങ്കിളിന് ഒരു ഹോപ്പ് ഉണ്ട് എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവളെ ഷൂയിയോട് നിങ്ങൾ വിഷമിക്കണ്ട, ആ അങ്കിള് പോന്നെങ്കിൽ പൊക്കോട്ടെ, എനിക്കൊരു അങ്കിളുണ്ട്, ഞാൻ എന്റെ അങ്കിളിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ, പുള്ളി നല്ല റിച്ച് ആണ്, അതുപോലെ ഹാൻസം ആണ് എന്നൊക്കെ പറയുമ്പോ
ഇനി അങ്ങനെ ഒരു അങ്കിളിനെ കൂടി താങ്ങാനുള്ള ശേഷി ഇവൾക്കില്ല എന്ന അർത്ഥത്തിൽ ഇവള് വേണ്ട എന്ന് പറയുന്നു, ഒരു അങ്കിളും വേണ്ട എന്ന് പറയുന്നു. പക്ഷേ ഇവൾക്ക് അറിയില്ലല്ലോ അത് ആരാണ് എന്ന കാര്യം. അപ്പൊ ഷിയു ആണെങ്കിൽ ഷോയോടൊപ്പം നിന്നിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഇവളുടെ ഫാമിലി ഗ്രൂപ്പില് ഷെയർ ചെയ്യുന്നു. ഇവളുടെ അമ്മയും അച്ഛനും മുത്തശ്ശനും എല്ലാരും നല്ല കമന്റ്സ് ഇടുന്നുണ്ട്. ഇതാണോ നീ പറഞ്ഞ സൂപ്പർവൈസർ, ആ ധൈര്യശാലിയായ പെൺകുട്ടി എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് ഇവള് ഷിയാനും പേഴ്സണൽ മെസ്സേജ് അയച്ച്, അങ്കിൾ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഷോയെ കാണാൻ വേണ്ടിട്ടല്ലേ? ഷോയിക്ക് ഇപ്പോ നിങ്ങളുടെ പ്രണയം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഹൃദയം ഫ്രീ ആയിട്ട് നിലവിലുണ്ട്. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പൊ പുള്ളിക്കാരിക്ക് ആരെ ഇഷ്ടമല്ല, വേണമെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇവള് ചിന്തിക്കുന്നത് ഷിയാൻ ഷോയിയുടെ പിറകെ നടക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം ഇവര് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഷിയോ വീണ്ടും ഇവളോട് എന്റെ അങ്കിളിനെ ഒന്ന് കൺസിഡർ ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോ ഷോയി അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും കറക്റ്റ് ഷിയാൻ അങ്ങോട്ടേക്ക് എത്തുന്നു. ഷോയി ചിന്തിക്കുന്നത്, ഇപ്പോ ഷിയാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനിവിടെ ഉള്ള കാര്യം പുള്ളിക്കാരൻ എങ്ങനെ അറിഞ്ഞത്? ഇനി വല്ലതും അറിഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വരുന്നത് എന്നൊന്നും ഇവൾക്ക് മനസ്സിലാവുന്നില്ല. നല്ലോണം പേടിച്ച് വിറയ്ക്കാണ് ഇവള്. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് ഷിയോ അങ്കിൾ എന്ന് ഷിയാനെ വിളിക്കുന്നു. ഇവള് വീണ്ടും ആ ഒരു അങ്കിള് വിളി രണ്ടാമത് കേട്ട് നന്നായിട്ട് ഷോക്കാവുന്നു. ഇവള് സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. ഇവളുടെ കൂടെ ഇത്രയും നാളെ ഉണ്ടായിരുന്ന ഈ ഒരു പെൺകുട്ടിയാണ് ഷിയാന്റെ മരുമകള് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇവള് നല്ല ഷോക്കായി നിൽക്കാണ്. അപ്പോ ഷിയാൻ വന്ന് ഷൂയിയോട് നിന്റെ ഹൃദയത്തില് എപ്പോഴാ സ്പേസ് ബാക്കി വന്നത് എന്ന് ചോദിക്കുന്നു. കാരണം ഇവര് ഓൾറെഡി കമ്മിറ്റഡ് ആണല്ലോ. പക്ഷെ ഇപ്പോ ഇവളുടെ ഹൃദയത്തിൽ ആരും ഇല്ല എന്ന് ഷീനോട് പറഞ്ഞതിന്റെ കാരണം എന്നാണ് ഷിയാൻ ഇവളോട് ചോദിക്കുന്നത്. അപ്പോ ഷിയു, ഓ അങ്കിൾ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? ഇതൊരു നല്ല ചാൻസ് അല്ലായിരുന്നോ? നിങ്ങൾ എന്തിനാ ഡയറക്റ്റ് എന്ന് ചോദിച്ചത്? ഇത്രയ്ക്ക് ബുദ്ധിയില്ലേ എന്നൊക്കെയാണ് ഇവള് ചിന്തിക്കുന്നത്. ഈ ഷിയു ആണ് ഇവൾക്ക് ഇത്രയും വലിയൊരു പണി കൊടുത്തത് എന്ന് ഷോയ്ക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കണ്ണീന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. പക്ഷേ ചിരിച്ചോണ്ട് നിന്നല്ലേ പറ്റൂ. അപ്പോ ഷിയാൻ ഷിയുവിനോട് റൂമിലേക്ക് പോവാനായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ അവളും പേടിച്ച് വേറെ നിവൃത്തിയില്ലാതെ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ഷിയാൻ ഷൂയെ വലിച്ചെടുത്തുകൊണ്ട് വന്ന ഇവളോട് ഞാൻ നിന്നെ എപ്പോഴാ ഹേർട്ട് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഇവള് ഷിയുവിനോട് താൻ സിംഗിൾ ആണ് എന്ന് പറഞ്ഞത്, ഷിയാനെ നേരത്തെ അവോയ്ഡ് ചെയ്തത് എന്നൊക്കെയാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷെ ഇവള് ആ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. ഇവള് നല്ലോണം വിയർക്കുന്നുണ്ട്. മറ്റേ ആ ഒരു രഹസ്യം ഇനി ഒരിക്കലും പുറത്തു പോവില്ല എന്നാണല്ലോ ഇവള് വിചാരിച്ചിരുന്നത്. പക്ഷെ ആ മൂന്നാമതൊരാള് അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇപ്പോ ഏറ്റവും വലിയ പണിയാവാൻ പോകുന്നത്. അപ്പോ ഷോയെ ഷിയാനോട് പറയുന്നത്, നിങ്ങള് ഷിയുവിനോടൊപ്പം ഒരുമിച്ച് ഇങ്ങോട്ട് എത്തിയത് ഞാൻ അറിഞ്ഞു. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ ഇന്നലെ അറിയുന്നത്. അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ എടുത്തതാണ്. ഇപ്പൊ എന്തായാലും എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷേ ഷിയാൻ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. അതിനും മാത്രം നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവള് അത് അസൂയയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോ ഷിയാൻ ഇവളോട് നീ ചോദ്യത്തിന് തന്നെ മാറാതിരിക്കുക. നിനക്ക് എന്നെ എന്തുമാത്രം ഇഷ്ടമാണ്? നിന്റെ എക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ എന്നെ ആയിരുന്നോ അവനായിരുന്നോ നീ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് നിങ്ങളാണ് എന്ന് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവളുടെ അച്ഛൻ വിളിച്ചിട്ട് നീ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കിട്ടിയ ഒരു ചാൻസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അതേ അച്ഛൻ ഞാൻ വരുന്നുണ്ട്, പെട്ടെന്ന് വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഷിയാനോട് എനിക്ക് പോകണം, അച്ഛൻ വിളിക്കുന്നുണ്ട്, എന്നെ വെയിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോ ഇവനും അവളോട് പോണ്ടാന്നും പറയുന്നില്ല, പോവാനും പറയുന്നില്ല. അപ്പൊ ഷോയി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഷിയാൻ അവളെ തടഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നത് നിനക്ക് വേണ്ടിയിട്ടാണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുന്നു. പക്ഷെ അതിന്റെ റിപ്ലൈയോ കാര്യങ്ങളോ ഇവള് പറയുന്നതായിട്ട് കാണിക്കുന്നില്ല. അവൾ അവിടെ നിന്ന് പോയി. ഇപ്പൊ ഷോയി ഇവനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഉപരി ഇവനിപ്പോ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്തെങ്കിലും കണ്ടിട്ടാണ് എന്നെ സമീപിച്ചത് എങ്കിൽ പോലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ നീ എന്നോട് സത്യം തുറന്ന് പറഞ്ഞാ മതി എന്നാണ് ഇവന്റെ മനസ്സില്. കാരണം ഇവൻ അവളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അവൾ എന്തോ മറയ്ക്കുന്നുണ്ട് എന്ന് ഇവന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം ഷോയ്ക്ക് ഇവന്റെ കണ്ണില് പോലും നേരെ ചെവേ നോക്കാനാവുന്നില്ല. അമ്മാതിരി അവോയ്ഡിങ് ആണല്ലോ ചെയ്യുന്നത്. അതിനുശേഷം ഷോയി വീട്ടിൽ തിരിച്ചെത്തുമ്പോഴും അവള് ഒട്ടും ഓക്കെ അല്ല. വളരെ ഷോക്കായിട്ടാണ് ഉള്ളത്. അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നും മറുപടി പറയുന്നില്ല. നേരെ റൂമിലേക്ക് കയറി വാതിൽ അടയ്ക്കുന്നു. അതിനുശേഷം ഷിയാൻ റൂമിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഡ്രൈവർ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ ഷിയാൻ എന്താ കാര്യം എന്ന് ഇയാളോട് ചോദിക്കുമ്പോ ഇയാള് ഇന്ന് എന്റെ മരുമകള് കാരണം നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ക്ഷമ ചോദിക്കുന്നു. അവളാണ് മാഡത്തിന്റെയും അതുപോലെ തന്നെ മാഡത്തിന്റെ
തന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെയും റിലേഷൻഷിപ്പ് ഇല്ലാതാക്കിയത്. ഞാൻ അവളെ നല്ലോണം ശകാരിച്ചിട്ടുണ്ട്, അവൾ എന്തായാലും അവനോട് ബ്രേക്കപ്പ് പറയാം എന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഷിയാൻ അവള് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് എക്സുമായിട്ട് വീണ്ടും ഷൂയി റിലേഷൻഷിപ്പിലാവണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം അയ്യോ സർ അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിനർത്ഥം എന്ന് പറയുമ്പോൾ ഷിയാൻ ഷൂയിയുടെ എക്സിനെ പറ്റി ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നു. അപ്പോ ഇദ്ദേഹവും അവന് പണിയെടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് കോടീശ്വരനാവണം, അതിനു വേണ്ടിട്ടാ അവന് ഈസി മാർഗങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്. അവൻ വിചാരിച്ചിരുന്നത് ലക്ഷ്യയുടെ അങ്കിള് കോടീശ്വരനായ നിങ്ങളാണ് എന്നാണ്, നമ്മളെ രണ്ടുപേരെയും അവൻ തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറയുമ്പോൾ ഷിയാൻ അപ്പോ ഇതിനെല്ലാത്തിനും കാരണം ഇതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു റീസൺ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇയാളോട് അവിടെ നിന്ന് പൊക്കോളാനായിട്ട് പറയുന്നു. ഷിയാൻ ഇപ്പൊ ചിന്തിക്കുന്നത് അപ്പോ നീ എന്റെ പൈസയോ സമ്പാദ്യമോ കണ്ടിട്ടല്ല കൂടെ നിന്ന്, നീ ഒരിക്കലും എന്നെ അല്ല ആഗ്രഹിച്ചിരുന്നത് എന്നൊക്കെയാണ്. ഇവളെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവനെ യൂസ് ചെയ്തത് എന്ന രീതിയിലാണ് ഇവനിപ്പോ ആ കാര്യങ്ങളൊക്കെ തന്നെ എടുക്കുന്നത്. അപ്പോ ഇവിടെ ഷൂയിയും ഒരു സമാധാനവും ഇല്ലാതിരിക്കുകയാണ്. കാരണം ആ കാര്യങ്ങളൊക്കെ ഷിയാൻ അറിഞ്ഞാല് ഇവളെ വിശ്വസിക്കില്ലെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം. സോ ഇവൾ അവനെ എന്തോ പറഞ്ഞ് മെസ്സേജ് അയക്കാനായിട്ട് ടൈപ്പ് ചെയ്യാൻ പോകുന്നു. പക്ഷെ അപ്പോഴേക്കും ലഷി ഇവൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ട് അവൾക്ക് മനസ്സിലായി ഷൂയി ഷിയാന്റെ അനന്തരവളാണ് എന്ന് കരുതിയിട്ടാണ് ആ ഒരു ചോദ്യം കാറിൽ വെച്ച് ചോദിച്ചത് എന്ന്. ഇത്രയും നാളും ഇവള് അങ്ങനെയാണ് വിചാരിച്ചു കൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഷിയാനെ അവള് കറക്റ്റ് ചെയ്ത് എടുത്തത് എന്തൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ നീ എന്താ വിചാരിച്ചത്, എന്നെ അങ്ങനെ നാണം കെടുത്തിയിട്ട് നീ മിസ്റ്റർ ഷിയാനോടൊപ്പം ലൈഫ് പങ്കിടാം എന്നാണോ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, ഇനി എന്താ വരാൻ പോകുന്നതെന്ന് നീ കണ്ടു തന്നെ അറിഞ്ഞോ എന്നൊക്കെ പറയുമ്പോ ഇവള് നീ ചെയ്ത കുറ്റം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട, ഞാൻ എന്തായാലും ആരെയും പറ്റിച്ചിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പോകുന്നില്ല എന്ന് അയച്ചിട്ട് അവളെ ബ്ലോക്ക് ചെയ്യുന്നു. ലഷി മനഃപൂർവ്വം തന്നെയാണ് അവളുടെ ആ ഒരു ഡ്രൈവർ അങ്കിളിനോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അയാള് ഷിയാനോട് ആ കാര്യങ്ങളെല്ലാം പോയി പറയുമെന്ന് അവൾക്ക് അറിയാം. സോ അതുകൊണ്ട് അവരെ തമ്മിൽ തെറ്റിക്കാനായിട്ടാണ്. പക്ഷേ ലഷി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടും ഇവൾക്ക് ഒരു സമാധാനം ഇല്ലാത്തത് കൊണ്ടും ഇവള് ഷിയാന നാളെ 11 മണിക്ക് നമുക്കൊരു ഫെസ്റ്റിന് പോകാം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നു. എന്നിട്ട് റോയ്ക്ക് മെസ്സേജ് അയച്ച് ഞാൻ ഷിയാനെ എന്തിനാണ് സമീപിച്ചത്, ഇപ്പോ എങ്ങനെയാണ് കൂടെ നിൽക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ നാളെ എല്ലാം തുറന്നു പറയാൻ പോവുകയാണ്, വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് അയക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഷിയാൻ ഷിയുനോട് വന്നിട്ട് എനിക്ക് ഷൂയെ കറക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല, അവൾ എന്നെ സ്വീകരിച്ചില്ല, അവളുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാനിപ്പോ എന്താ ചെയ്യാ എന്ന് ചോദിക്കുമ്പോ ഇവള് പുള്ളിക്കാരി ഒരാളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഭയങ്കര സിൻസിയർ ഒന്നും അല്ല, വേറെ പല കാര്യത്തിന് വേണ്ടിയാ പിറകെ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ പുള്ളിക്കാരുടെ മനസ്സിൽ അയാൾക്ക് എന്തായാലും ഒരു സ്ഥാനവും ഇല്ല, അങ്കിളിന് കയറി പറ്റാൻ നല്ലൊരു ചാൻസ് തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇവൻ ഇവളുടെ വായിൽ ഇരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. സോ അതും കൂടെ കേൾക്കുമ്പോ ഇവനിപ്പോ കൺഫേം ആവുന്നു ഷൂയി ഇവന്റെ പിറകെ നടന്നത് പ്രതികാരത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു എന്ന്. സോ പിന്നെ ഷിയു പറയുന്നത് ഒന്നും കേൾക്കാൻ നിൽക്കാതെ അവൻ അവിടെ നിന്ന് പോകുന്നു. ഇവൻ ഇവിടെ കുറച്ച് ദിവസം സ്റ്റേ ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്, പക്ഷെ കാര്യങ്ങൾ ഇപ്പോ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവൻ റൂം ആവുന്നു. ഇവിടെ ഷൂയിയും ഉറക്കം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഷിയാൻ ഇതുവരെയും ഇവൾക്ക് ഒരു മെസ്സേജും അയച്ചിട്ടില്ല, മാത്രമല്ല നാളെ ആ കാര്യങ്ങളൊക്കെ ഇവളെ തുറന്നു പറയാനായിട്ട് പോവുകയാണല്ലോ. എന്നാൽ ഷിയാൻ ഇവിടെ നല്ല രീതിയിൽ ഇപ്പോൾ വെള്ളമടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഷിയു ഇവനെ വിളിച്ചിട്ട് അങ്കിൾ നിങ്ങൾ ഉറങ്ങിയോ, എനിക്ക് ഒട്ടും വയ്യ, ഭയങ്കര വയറുവേദനയാണ് എന്ന് പറയുന്നു. അത് കേട്ട് ഷിയാനും പെട്ടെന്ന് നീ റെഡിയാവ്, അങ്ങനെ ഇപ്പോ ഇവളെ അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോഴും ഷിയാൻ ഭയങ്കര ടയർഡ് ആണല്ലോ. മാത്രമല്ല ഷിയാൻ മദ്യപിച്ചിരിക്കുന്നത് കൊണ്ടും വളരെ ഷോക്കായിട്ട് ഇരിക്കുന്നതും കണ്ട് ഷൂയി ഇവന്റെ പ്രപ്പോസൽ നിരസിച്ചത് കൊണ്ടായിരിക്കും അങ്കിള് ഈ ഒരു അവസ്ഥയിലെത്തിയത് എന്ന് വിചാരിച്ച് ഇവള് ഷിയാനോട് അങ്കിൾ നിങ്ങൾ തളരാൻ പാടില്ല, കുട്ടികൾ അങ്ങനെ പല രീതിയിൽ നിങ്ങളെ റിജക്ട് ചെയ്യും, എങ്കിലും നിങ്ങൾ പിന്മാറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനെ ഉപദേശിക്കുമ്പോ ഷിയാൻ ഇവളോട് നിന്നെ ട്രിപ്പിട്ട് കിടത്തേക്കല്ലേ, മര്യാദയ്ക്ക് വാ അടച്ച് അവിടെ ഇരിക്കാനായിട്ട് പറയുന്നു. പിന്നെ ഇവളെ മിണ്ടാൻ പോകുന്നില്ല. അപ്പോ ഇവളെ ഹോസ്പിറ്റലിലാണല്ലോ ഇപ്പൊ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഫോട്ടോയൊക്കെ എടുത്ത് യുവിന് അയച്ചിട്ട് നിങ്ങളെ സർപ്രൈസ് ചെയ്യാമെന്ന് ഞാനിപ്പോ ഒരു പരുവായി, ഞാനിവിടുത്തെ ഇന്ന ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അയക്കുന്നു. അതിനുശേഷം നമ്മളെ പിറ്റേന്നാണ് കാണുന്നത് ഷോയി ഇന്ന് എന്തായാലും ഷിയാനെ കണ്ട് സത്യാവസ്ഥകളെല്ലാം തുറന്നു പറയാനായിട്ട് പോവുകയാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.